ഇന്ന് ജൂലൈ 1 മുതൽ പല ഭാഗത്തും വന്നിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളൊന്നറിയണം. അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ, ഫൈൻ കൊടുക്കാതിരിക്കാൻ ഒക്കെയാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ദുബായിൽ തന്നെ പല ഭാഗത്തും ഇന്നലെ ജൂൺ 30 വരെ ഇല്ലാതിരുന്ന ചില മേഖലകൾ പാർക്കിംഗ് കൊടുക്കേണ്ടുന്ന, ഫീസ് കൊടുക്കേണ്ടുന്ന സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. ജദ്ദാഫിൽ, അതുപോലെ അർജാൻ മേഖലയിൽ ചിലയിടങ്ങളിൽ, അൽ സുഫൂഹ് മേഖലയിൽ, ഇങ്ങനെ പലയിടങ്ങളിലും പുതിയ പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുബായ് മോളിൽ സാലിക് വഴിയുള്ള പാർക്കിംഗ്, അതിന് സാലിക് കാർഡ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ നിന്ന് കാശെടുക്കും എന്ന രൂപത്തിലാണല്ലോ കാര്യങ്ങൾ. അതുപോലെ സ്വദേശിവൽക്കരണത്തിൻ്റെ ടാർഗറ്റ് 4% 5% മാറുന്ന തീയതി ജൂൺ 30 അവസാനിക്കുകയും ജൂലൈ 1 മുതൽ അതിൻ്റെ ഇൻസ്പെക്ഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നു, ആ ജൂലൈ 1 ഇന്നാണ്, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അബുദാബിയുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഡാമൻ, അതിൻ്റെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പുതിയ പല കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഗുണപരമായി മാറാവുന്ന ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്, അതും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അബുദാബിയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ചുള്ള എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കണം എന്നുള്ള കാര്യം പ്രാബല്യത്തിൽ വരുന്നതും ഇന്ന് ജൂലൈ 1 മുതലാണ്. അങ്ങനെ UAEയിൽ ഒരുപാട് കാര്യങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം മനസ്സിൽ വെക്കണം എന്ന് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുകയാണ്. എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിയെന്ന് വരില്ലെങ്കിലും, അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് 2 നൈറ്റ് സ്റ്റേ 5 സ്റ്റാർ ഹോട്ടൽ, അതും JW മാരിയറ്റ് മാർക്യൂസ് ഹോട്ടലിൽ ഒരുക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ഈ ജൂലൈ 21 ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്കാണ് ഈ സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക സമ്മർ പാക്കേജാണ്. ഒരു രാജ്യത്തെ വിമാന കമ്പനി എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത് എന്നത് ലോകം മുഴുവനുമുള്ള വിമാന കമ്പനികൾ മനസ്സിലാക്കാൻ വേണ്ടി എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന മാതൃകാപരമായ സമീപനത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി സ്റ്റോപ്പ് ഓവർ വഴി പോകുന്ന പല ആളുകൾക്കും 24 മണിക്കൂറിലധികം ദുബായിൽ തങ്ങുകയാണെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട് എന്ന കാര്യവും എമിറേറ്റ്സ് എയർലൈൻസ് ഓർമ്മിപ്പിക്കുകയാണ്. അത്യാവശ്യത്തിന് നാട്ടിൽ പോകണം, പക്ഷേ ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് ബാങ്കിങ് കാർഡുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കൂ, യാത്ര ചെയ്യൂ, പിന്നീട് കൊടുത്താൽ മതി എന്ന പദ്ധതി പല ബാങ്കുകളും അവരുടെ കാർഡുകൾ വഴി ഏർപ്പാടാക്കുകയാണ്. ഒരുപാട് പേർക്ക് അത് ഗുണപരമായി മാറുകയാണ്. അപ്പോൾ കാർഡ് ഉപയോഗിക്കുമ്പോൾ വീഴ്ചകൾ വരുത്താതെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള തവണ വ്യവസ്ഥകൾ പലപ്പോഴും പരിചയമൊന്നും കൂടാതെ കിട്ടാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ UAEയിൽ അത് തരംഗമായി മാറുന്നു എന്ന കാര്യം റിപ്പോർട്ടുകളായി വരികയാണ്. പല നാടുകളിലെയും പ്രശ്നം എന്താണ്? ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി യാചനാ രൂപത്തിൽ നിൽക്കണം. അതിനാണ് പൊതുവെ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്നത്. എന്നാൽ UAE കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ബ്യൂറോക്രസി ഇല്ലാതാക്കുന്നൊരു ഭരണക്രമം കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥ പ്രഭുത്വരഹിതം എന്ന് മലയാളത്തിലും സീറോ ബ്യൂറോക്രസി എന്ന് ഇംഗ്ലീഷിലും പറയാവുന്ന വിധത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള സമീപനം, ആളുകൾക്ക് ഗുണപരമായി മാറുന്ന സമീപനം സ്വീകരിക്കുക, അതിൻ്റെ ഒരു നിർണായക ഘട്ടമെന്ന രൂപത്തിൽ UAEയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ഉദാഹരണത്തിന് MOFAയിൽ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിൽ അറ്റസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോയി ക്യൂ നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട, ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് പോകണ്ട, സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ അറ്റസ്റ്റേഷൻ നടപടികൾ പൂർത്തിയാക്കി തരാവുന്ന സംവിധാനത്തിൽ ഒരു ഏകജാലക സിസ്റ്റം പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആവണം ലോകം മുഴുവനും. പലപ്പോഴും പലയിടങ്ങളിലും നമുക്കറിയാം, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരുടെ കരുണ, അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഭാവം, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അല്ലാതെ ഒരു സിസ്റ്റം വെച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ESE.gov.ae എന്ന വെബ്സൈറ്റിൽ ഈ മോഫ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ടാകും. 2-3
പ്രൊസീജിയറായിട്ട് നടത്തിയിരുന്നത് ഇപ്പോൾ ഒറ്റ സെക്കൻഡിൽ നടത്താൻ പറ്റിയ അറ്റസ്റ്റേഷനായി മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇതെല്ലാ തലങ്ങളിലും വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് UAE ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള സിസ്റ്റം ഉണ്ടാകട്ടെ. ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ പോയി, അതും പലപ്പോഴും ഗവൺമെൻറ് കരം പിരിക്കുന്നത് ഉണ്ടല്ലോ, ആ കാശ് കൊണ്ട് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വലിയ യജമാനന്മാരെക്കാൾ വലിയ രൂപത്തിലുള്ള ഭക്തിയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും സാധാരണക്കാരെ അവഗണിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയുണ്ടോ, പരിചയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള രാജ്യങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അതൊക്കെ മാറി ചിന്തിക്കാൻ ഇത്തരം വാർത്തകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം തൽക്കാലം സൂചിപ്പിക്കുന്നു. ഏതായാലും അറ്റസ്റ്റേഷന് വേണമെങ്കിൽ UAE പഠിച്ച കുട്ടികൾക്ക് എളുപ്പത്തിൽ സാധ്യമാക്കാൻ esi.gov.ae എന്ന വെബ്സൈറ്റ് അപ്രോച്ച് ചെയ്യുക. ദുബായ് വാർത്തയുടെ ജൂലൈ 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.